ബഹുമാനപ്പെട്ട ജഡ്ജസ്, മോഡറേറ്റർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, തികച്ചും ഈ പറയുന്ന നിയമവും അതേപോലെ തന്നെ ഭരണഘടനയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സ്ത്രീകൾ പ്രൊട്ടക്റ്റഡ് ആണ് 100%. അതിന് പറയാനുള്ള കാരണം നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ 3ആയിട്ട് തരംതിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമം, ഭരണഘടന, അതേപോലെ തന്നെ ഭരണകൂടം. ഇതില് നിയമവും ഭരണഘടനയും എല്ലാം ഫിക്സഡ് ആണ്, മാറുന്നില്ല. 1950 നമ്മൾ ചെയ്തു വെച്ച ഭരണഘടന അന്ന് മുതലേ സ്ത്രീകൾക്ക് വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഭരണഘടന ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വന്ന ഓരോ നിയമങ്ങളും സ്ത്രീകൾക്ക് വേണ്ടി മാറ്റുന്ന നിയമങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഇൻക്ലൂഡിങ് നമ്മളിപ്പോ പറയാനുള്ള ഒരു മെയിൻ കാരണം സ്ത്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ സ്ത്രീ ആവുമ്പോൾ കൊല്ലുന്ന ഒരു പ്രവണത നല്ല രീതിയിൽ കൂടി വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 5 മാസത്തിലെ സ്കാനിങ്ങിന്റെ റിപ്പോർട്ടിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ. ബാക്കിയുള്ള എല്ലാ രാജ്യത്തും അറിയാൻ പറ്റും, പക്ഷെ ഇന്ത്യയിൽ അത് അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇംപ്ലിമെന്റേഷൻ ഓഫ് ലോ ആണ് ഇവിടെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യം. അല്ലാതെ ഒരിക്കലും നിയമമോ അത് ഭരണകൂടമോ അല്ല എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ആർഷഭാരത സംസ്കാരം പേരുന്ന ഝാൻസി റാണി മുതൽ അക്കാമ ചെറിയാൻ വരെയുള്ള നേതാക്കളെ വാർത്തെടുത്ത, ഇപ്പോഴും നേതാക്കളെ വാർത്തെടുത്തുകൊണ്ടിരിക്കുന്ന, ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഈ പറയുന്ന നിയമങ്ങളോ ഭരണ സംവിധാനങ്ങൾക്ക് കീഴിലോ സ്ത്രീകൾ ഒരു കാരണവശാലും സുരക്ഷിതരല്ല. കഴിഞ്ഞ വർഷത്തെ ലണ്ടനിൽ നടന്ന റോയിറ്റേഴ്സ് ഫൗണ്ടേഷന്റെ സർവേ പ്രകാരവും പോൾ പ്രകാരവും ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്: ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുകയും മാനസികമായി ശാരീരികമായി ഭവനങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഇന്ത്യക്കാണ്. 2-3 സ്ഥാനങ്ങൾ മാത്രമാണ് സിറിയ, അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇന്ത്യയുടെ നിലവാരം എത്രത്തോളം താഴോട്ട് നിബന്ധിക്കുന്നു എന്നുള്ള കാര്യം. ഒരുപക്ഷെ ഈ പറയുന്ന നിയമങ്ങൾ എല്ലാം തന്നെ സ്ത്രീകൾക്ക് അനുകൂലമാണെങ്കിലും പ്രിയ സുഹൃത്ത് പറയുന്നത് പോലെ എത്രത്തോളം ഇംപ്ലിമെന്റേഷൻ ആണ് ഇതിന് നൽകി വരുന്നത്. അടുത്ത 5 മിനിറ്റിന്റെ ടോക്ക് നമുക്ക് ആരംഭിക്കുകയാണ്. ഓക്കെ, September 7. Your time starts now. എന്റെ പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞു കഴിഞ്ഞു, നിയമങ്ങൾ എപ്പോഴും കർശനമായി തന്നെ പോകുന്നു, ഇംപ്ലിമെന്റേഷൻ ആണ് പ്രോബ്ലം. നമ്മുടെ ഈ ഒരു ടോപ്പിക് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിയമങ്ങളും ഭരണകൂടവും നമ്മുടെ സ്ത്രീകൾക്ക് എതിരെയാണോ, അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ക്രൈമുകൾക്ക് എതിരെയാണോ എന്ന് വളരെ വ്യക്തമായിട്ട് അതാണ് ചോദ്യം. അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു അത് കറക്റ്റാണ്, നല്ല രീതിയിൽ പോകുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ബർമ കമ്മീഷൻ വരെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏറ്റവും നല്ലൊരു നിയമം, അതായത് സ്ത്രീകൾക്ക് സെക്ഷലായിട്ട് എതിരെ വരുന്ന ഏതൊരു ആക്രമണങ്ങൾക്ക് എതിരെയുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ബർമ കമ്മീഷനിൽ പറയുന്നത്. നിങ്ങൾ എല്ലാവരും അത് വായിച്ചു കാണും. പക്ഷെ എന്തുകൊണ്ട് അത് നടപ്പിലാക്കുന്നില്ല? അതൊരിക്കലും നമ്മുടെ നിയമത്തിന്റെയോ ഭരണകൂടത്തിന്റെയോ പ്രശ്നമല്ല. അത് തീർച്ചയായും ഇവിടെയുള്ള ഭരണകൂടത്തിൽ വരുന്ന ആളുകളുടെ നയങ്ങളുടെ പ്രശ്നമാണ്, അവർ ഇംപ്ലിമെന്റേഷന്റെ പ്രശ്നമാണ്. സ്ത്രീകൾക്കായിട്ട് ഇവിടെ എന്തോരം നിയമങ്ങളാണുള്ളത് അവർക്ക് മാത്രമായിട്ട് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് മാത്രമല്ല അവർക്ക് കുറെ ആനുകൂല്യങ്ങൾ, ഓപ്പറേഷൻ ശക്തി പോലെയുള്ള ആനുകൂല്യങ്ങൾ, റൂറലായിട്ട് വരുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിങ്ക് പോലീസ്, സ്ത്രീകളെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് വനിതാ പോലീസ് സ്റ്റേഷൻ ഇവിടെ നമുക്ക് നൽകുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു പോലീസ് സ്റ്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും നിയമങ്ങളോ ഭരണകൂടമോ സ്ത്രീകൾക്ക് എതിരെയല്ല, അവരെപ്പോഴും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സംസ്കാരവും നമ്മുടെ ലിറ്ററസി റേറ്റുമാണ് എന്ന് തോന്നുന്നു എനിക്ക് ഇതിനെ ബാധിക്കുന്നത്, ഒരിക്കലും നിയമങ്ങളല്ല. ഗാന്ധിജി ഒരിക്കൽ പറയുകയുണ്ടായി, when the women gets the right to freedom to walk on the road at the night, then we can say India has achieved freedom. സ്ത്രീകൾ എപ്പോഴാണ് സുരക്ഷിതമായി രാത്രികാലങ്ങളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നത്, അപ്പോഴാണ് തീർച്ചയായിട്ടും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പൂർണ്ണമായി ലഭിച്ചിരുന്നത്. സ്വാതന്ത്ര്യം ലഭിച്ച് 75 വർഷങ്ങൾക്ക് ഇപ്പോഴും ഈ ഒരു വാക്യം അത്ര തന്നെ പ്രസക്തമാണ്. ഒരുപക്ഷെ ഡൽഹി, ചെന്നൈ, ഹൈദരാബാദ് പോലുള്ള മഹാനഗരങ്ങളിൽ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ബസ് സൗകര്യങ്ങൾ ഉള്ളപ്പോഴും സ്ത്രീകൾ അവിടെയും സുരക്ഷിതരല്ല. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെ താങ്കൾക്ക് പ്രിയ സുഹൃത്തിന് പറയാൻ സാധിക്കും ഇന്ത്യ മഹാരാജ്യം നൽകുന്ന നിയമങ്ങളും നിയമ സംവിധാനങ്ങൾക്കും കീഴിൽ സ്ത്രീകൾ അത്ര തന്നെ സുരക്ഷിതരാണ് എന്നൊരു വസ്തുത? എന്റെ പ്രിയ സുഹൃത്തെ, ഞാൻ ഒന്നുകൂടി പറയാണ്. കാരണം ഇപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമങ്ങൾ എന്നും ശക്തമാണ്.
ഇവിടെ അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇവിടെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു കാര്യം പറയേണ്ടത് പറയാതിരിക്കുന്നത് ക്രൈമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. അതായത് സത്യം വിളിച്ച് പറയാത്തത് ക്രൈമാണ്, തീർച്ചയായിട്ടും അത് ക്രൈമാണ്. അത് പറയാതിരിക്കുമ്പോൾ ആ നിയമത്തിനെതിരെ അത് പ്രയത്നിക്കുന്നു, അത് പ്രവർത്തിക്കുന്നു, അതേപോലെ തന്നെ അവിടെ തക്കതായിട്ടുള്ള ഒരു റിസൾട്ട് വരാതെ വന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയാണ്, നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഇവിടുത്തെ സ്ത്രീ ഇവിടെ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഈ ഒരു സമൂഹം നിങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മാറിക്കഴിഞ്ഞു. ഇന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തില് ഈ സ്ത്രീകൾ പുറത്ത് നടക്കുന്നില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ടൗണിൽ പോയി കഴിഞ്ഞാൽ കാണാം, എല്ലാ സ്ത്രീകളും ഇപ്പൊ പുറത്ത് നടക്കുന്നുണ്ട്, അവർക്കൊരു ഫ്രീഡം ഉണ്ട്. പക്ഷെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നിട്ടുള്ള ഒരു കാര്യം, നിയമത്തില് അവരെന്നും പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് തന്നെയാണ് ഞാൻ ഊന്നി പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ എന്റെ മുന്നിൽ ഈ ഒരു മൈക്കുണ്ട്, ഈ ഹാളിലെ ഈ മൈക്കുണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല ഇത് പ്രവർത്തിക്കാത്ത പക്ഷം. എന്നാൽ ഇവിടെ വൈദ്യുതി ഉണ്ട്, ഈ എന്റെ ശബ്ദം മറ്റുള്ളവർക്ക് കേൾക്കാം എന്ന് പറയുന്നതിലാണ് ഈ മൈക്കിന്റെ യഥാർത്ഥ ഉപയോഗം. തീർച്ചയായിട്ടും താങ്കൾ പറയുകയുണ്ടായി ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്കുണ്ട്. നിയമങ്ങൾ ഉണ്ട് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതിലാണ് ആ നിയമത്തിന്റെ യഥാർത്ഥമായ അർത്ഥം വരുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 33% തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനായിട്ടുള്ള സംവരണം നൽകപ്പെടുന്നത്. എന്നാൽ പല ഗ്രാമങ്ങളിലും പല കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഈ പറയുന്ന സ്ത്രീകളെ ആ പറയുന്ന പുരുഷ മേധാവിത്വം അടിച്ചമർത്തപ്പെടുകയും സ്ത്രീകൾക്ക് ആ ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ പറയുന്ന നിയമം, ഭരണഘടന എന്തുറപ്പാണ് ഒരു സ്ത്രീക്ക് നൽകുന്നത്? തീർച്ചയായും നല്ലൊരു ചോദ്യമാണ്. പക്ഷെ 77% ബാക്കിയുള്ള 77% പുരുഷന്മാർക്കും സ്ത്രീകൾക്കും മത്സരിക്കാം. അതാണ് അവിടെ നിയമം. എന്തുകൊണ്ട് അവർ മുന്നോട്ട് വരുന്നില്ല? അതാണ് അതിനുള്ള ഏറ്റവും വലിയ ചോദ്യം. ഈ അടിച്ചമർത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ അടിച്ചമർത്തൽ ഒരു പ്രസക്തമായിട്ടുള്ള ഒരു വാക്കാണോ? ഒരിക്കലുമല്ല. 33% സ്ത്രീകളുടെ വരണം എന്ന് ഭരണകൂടം പറയുന്നുണ്ട്. അതേപോലെ തന്നെ 77%-ൽ 77% സ്ത്രീകളായാലും കുഴപ്പമില്ല എന്നാണ് അതിന്റെ അർത്ഥം, അല്ലെ? അതായത് 100% സ്ത്രീകൾക്ക്, കാരണം ആ 33%-ൽ ഒരിക്കലും ഒരു പുരുഷന് മത്സരിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിയമങ്ങൾ ഇപ്പോഴും സ്ട്രോങ് ആണ്, മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2021 ക്രൈം ബ്യൂറോ റെക്കോർഡ്സ് പ്രകാരം 450,000-ഓളം വരുന്ന 4,50,000-ഓളം വരുന്ന കേസുകളാണ് സ്ത്രീകൾക്ക് ചൂഷണങ്ങൾക്ക് എതിരായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. തൊട്ടടുത്ത വർഷം 2022 സംഭവിച്ചത് അതിൽ 10 മടങ്ങായിട്ടാണ് റിപ്പോർട്ട്സ് പറയുന്നത്. ഇതിൽ തന്നെ വ്യക്തമാണ് സ്ത്രീകൾ ഈ പറയുന്ന നിയമങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അവരുടെ ഭവനങ്ങളിലോ അവരായിരിക്കുന്ന സമൂഹങ്ങളിലോ അവർ സുരക്ഷിതരല്ല. സമയം കഴിഞ്ഞു.